നമസ്കാരം. വസ്ത്രധാരണം നമ്മളെ ജാതകത്തിലെ ദോഷങ്ങൾ മാറാനായിട്ട്, അതായത് നമ്മളിപ്പോൾ വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ വസ്ത്രം എല്ലാവരും ഇടുന്നുണ്ട്. പുരുഷന്മാർ ഷർട്ടും മുണ്ടും പാൻറ്റും, അതുപോലെ സ്ത്രീകൾ സാരി, ചുരിദാർ, ജുബ, ഇതുപോലത്തെ പല വസ്ത്രങ്ങളും. അതായത് ജാതകത്തിലെ ദോഷങ്ങൾ മാറാൻ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത്, ഏത് നിറത്തിലുള്ള വസ്ത്രങ്ങളായിരിക്കണം എന്നൊക്കെ നമുക്ക് നോക്കാം. വസ്ത്രങ്ങൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ സൂചകങ്ങളാണ്. നമുക്ക് എത്രയേറെ വ്യക്തിത്വം ഉണ്ടെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിലൂടെ നമുക്ക് അതിന് സാധിക്കും. അപ്പോൾ വ്യക്തിത്വത്തിൻ്റെ സൂചകങ്ങളാണ്. വ്യക്തിയുടെ ജാതകത്തിലെ ലഗ്നത്തിനും ലഗ്നാധിപനും വിധിച്ചിട്ടുള്ള നിരവധി തരത്തിലുള്ള വസ്ത്രങ്ങളുണ്ട്. ആ വസ്ത്രങ്ങൾ അണിയുന്നത് നമ്മളെ കൂടുതൽ ആകർഷകത്വമുള്ളവരാക്കി മാറ്റുന്നതാണ്. ആ വ്യക്തിത്വം നമുക്ക് കൂടുതലായിട്ട് മികവുറ്റതാക്കാൻ നമ്മൾ ഈ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. ഒരു പേഴ്സണാലിറ്റി ഹാൻസം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അതിന് അനിഷ്ടാധിപന്മാരുടെ, അതായത് നമുക്ക് പറയുന്ന നിറത്തിലും കളറിലുള്ള അനിഷ്ടാധിപന്മാരുടെ കളറിലുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള വസ്ത്രങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നല്ലൊരു ദൈവജ്ഞനെ കണ്ട് ജ്യോത്സ്യനെ കണ്ടിട്ട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധരിക്കേണ്ട വസ്ത്രങ്ങളുടെ നിറവും കളറും രൂപവും ഭാവവും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും.